ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇതെൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോകുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പനി കാരണം ഞാൻ ഒരാഴ്ച കംപ്ലീറ്റ് കിടപ്പായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. നാളെ മുതൽ ജോലിക്ക് കയറണം. കുറേ കാര്യങ്ങളുണ്ട്. ഒരാഴ്ച ഓഫായതുകൊണ്ട് തന്നെ എല്ലാം ആകെ മൊത്തം കുഴഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ആണല്ലോ, അപ്പോൾ പോകുന്നതിൽ വിശേഷങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കാം. ഇതുവരെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും പിന്നെ ഇത് എങ്ങനെ എടുക്കണമെന്ന് വലിയ പിടിയൊന്നും എനിക്കില്ല. എങ്ങനെയാണ് ഇതിൽ സംസാരിക്കേണ്ടത്, ഇത്രയും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം ഒരു വീഡിയോയിലും വരാറില്ല. അപ്പോൾ അതിനെക്കൊണ്ട് പിന്നെ നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണല്ലോ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ തിരിച്ചു പോകുമ്പോഴുള്ള ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് ഇന്നലെ രാത്രി വാങ്ങിച്ച പൊറോട്ടയാണ് കേട്ടോ. പിന്നെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് പൂരി. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കാനാണ് പറയുക. ഇതിലേക്ക് കറി, കടായി, ഞാൻ വെറുതെ ഒന്ന് അബദ്ധത്തിൽ പറഞ്ഞതാ കടായി കൂട്ടാൻ പൂതിയുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരാൾ വീട്ടിലെ പോരാളി എനിക്ക് അതാണ് ഉണ്ടാക്കി തരുന്നത്. ഞാനത് കാണിച്ചു തരാം. കടായിക്കുള്ള ചിക്കൻ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്കുള്ള മസാല ഉണ്ടാക്കാണ്. പിന്നെ ഇതാ ഒരു സെറ്റ് ഇവിടെ ചിക്കൻ ഇനിയും പൊരിച്ച് വെച്ചിരിക്കണം. ഹായ് ഗൈസ്, പിന്നെ എല്ലാവരും ഫോളോ ചെയ്യും. യൂട്യൂബ് കാണുന്നോണ്ട് പിന്നെ അതെങ്കിലും പറയാനറിയാലോ. എന്നിട്ട് ഞാൻ എപ്പോഴും ചോദിക്കണ ചോദ്യം ചോദിക്കട്ടെ, അമ്മച്ചിക്ക് വിഷമമുണ്ടോ ഞാൻ പോണേന്? മക്കള് പോകുമ്പോ തള്ളാരെ വിഷമം അത് മക്കള് അതേപോലെ ആവുമ്പോഴെല്ലാം അറിയുള്ളൂ. അവരെ വിഷമം ഇങ്ങനെ ഉള്ളിൽ ഇവിടെ താങ്ങി ഓക്കെ. ഇന്നിപ്പല്ലേ ഇതിനപ്പോ കടായി ഉണ്ടാക്കി ഒരുങ്ങിയത് ഞാൻ പറഞ്ഞിട്ടോ. മകൾ ഇങ്ങനെ എപ്പോഴെങ്കിലും വരുള്ളൂ. അപ്പൊ വരുമ്പോ മകള് പറഞ്ഞപ്പോ മകൾക്ക് വിഷമം ഞാൻ അത് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഓള് പോയിട്ട് അടുത്ത പ്രാവശ്യം വരുവോളും അത് എന്നെ മനസ്സിൽ കിടന്നിങ്ങനെ സത്യം. പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് മെച്ചി ഉണ്ടാക്കിയതാ ഞാൻ ഉണ്ടാക്കി. ഓക്കെ, ബൈ പറയൂ. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതിവിടെ അല്ലേ ഞാൻ റെഡിയാക്കുന്ന സമയത്ത് ഷെൽഫിൽ നിന്ന് കിട്ടിയതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും കാർഡാണ്. എത്ര വർഷം മുന്നത്തേന്ന് വെച്ചാൽ ഒരു 26 വർഷം മുന്നത്തെ കാർഡാണ് കേട്ടോ. ഇതിൻ്റെ കാക്കൻ്റെ അമ്മയും കുഞ്ഞും കാർഡാണ്. അപ്പോൾ ഇത് കൈ കിട്ടിയ സമയത്ത് ഞാൻ എനിക്ക് എടുത്തു കൊടുത്തപ്പോൾ ഞാനത് ലാമിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ അടിപൊളിയായിട്ടില്ലേ? പക്ഷെ എൻ്റെ കാർഡൊക്കെ എവിടെ പോയതെന്ന് അറിയില്ല. ഞാൻ പാൽ ചായയാണ് കുടിക്കുക. ഇക്കാക്കൊക്കെ ഇവിടെ കട്ടൻ ചായയാണ്. ഓൾ സെറ്റ് ഇല്ലമ്മ? നീ ചായ കുടിക്കാം? കുറച്ച് ഫുഡ് ഞാനിതുപോലെ പാത്രത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും അവിടെ എത്താൻ കുറച്ചധികം സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശക്കണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇനിയിപ്പോൾ അടുത്തൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഫുഡ് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കപ്പോൾ പോകാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ സ്കിൻ കെയർ പോലെ ചെയ്യാം, അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോന്നായിട്ട് നമുക്കിടാം. ഫസ്റ്റ് ഞാനിപ്പോൾ മുഖം ഒക്കെ കേകിയിട്ട് വന്നതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു ടോണർ, ജസ്റ്റ് ഒരു ടോണർ അടിക്കുകയാണ് കേട്ടോ. ഇതൊരു സ്പ്രേ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണിലൊക്കെ ആയാൽ ചെറിയ ഇറിറ്റേഷനൊക്കെ വരും. അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അബ്സോർബ് ആയിക്കോട്ടെ. പിന്നെ കുറച്ച് സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഫുള്ളും ഞാൻ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. വളരെ ബേസിക്കായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ അപ്ലൈ ചെയ്ത ടോണർ ഉണ്ടല്ലോ, പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ ടോണറാണ്. ഇനി ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പ്ലമ്മിൻ്റെ തന്നെയാണ് കേട്ടോ.
വാനില കാരമല്ലോ പറഞ്ഞിട്ടൊരു ഫ്ലേവറാണ്. പക്ഷേ ഇതിൽ ഞാൻ വാങ്ങിച്ച് കുറച്ച് യൂസ് ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ വരാത്ത പോലെയായി. അപ്പോൾ ഞാനിതിപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുക്കും, ഇതിന് മൊത്തം ട്യൂബ്, എന്നിട്ട് കുറച്ചിങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ അതിപ്പോൾ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ഇതൊന്നും ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പേര് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ കുറച്ചൊക്കെ മുഖത്ത് ഓരോന്ന് ചെയ്യുന്നതല്ലേ, അപ്പം കുറച്ച് ഗ്ലോ ആയിട്ട് ഇരുന്നോട്ടെ. സ്മൂത്ത് ടെക്സ്ചറാണ്, ഭയങ്കര സ്മൂത്താണ്, നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യും. മറ്റേ മോയ്സ്ചറൈസർ പോലെയല്ല, അതൊക്കെ കുറച്ച് തിക്കാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാടൊന്നും ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതാ സൺസ്ക്രീനാണ് ഇത്. ഒരു സ്പ്രേ പോലത്തെയാണ് കേട്ടോ. ഇതിന് കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഇല്ല, അതില്ല, എന്നാൽ ഒരുപാടില്ല, പക്ഷെ കുറച്ചൊക്കെ ഉണ്ട്. ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരുന്നോളും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജീവിക്കും സമാധാനത്തോടെ. ഇനി നമുക്ക് ഒരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്യാം. ഇത് കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യണ തന്നെയാണ് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറ്റുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. രാത്രി പറ്റുന്ന ദിവസങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പറ്റുമ്പോൾ ഇതുപോലെ എവിടേക്കെങ്കിലും പോകുമ്പോൾ സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം തികയണം എന്നില്ല. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ചെയ്തിട്ട് നിർത്തും. ഇനി ലാസ്റ്റ് നമുക്ക് സ്പ്രേ അടിക്കാം. ഇത് ഏതാ ബ്രാൻഡ്? ഇത് കുറേ എണ്ണം ഒരുമിച്ചുള്ളവരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് നല്ലൊരു, പിന്നെ റോളോണൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ ചിലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. നിവ്യയുടെ റോളോണാണ് കേട്ടോ. ഇതൊന്നും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യില്ല, വെറുതെ ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കാന്നല്ലാണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയറൊക്കെ. ഇതിലിപ്പോൾ ഫിൽറ്റർ ഒന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ ഒറിജിനൽ സ്കിന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഞാനിങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മുടെ സ്കിന്നും കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ഇരിക്കണം, അപ്പോൾ അതിനെ നമ്മൾ കെയർ ചെയ്യണം, നമ്മളെ നോക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും, എന്താ ഇപ്പോൾ ഇതിന് മാത്രം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എന്താ ഇപ്പോൾ മുഖം എന്നൊക്കെ, അങ്ങനത്തെ എന്താ പറയുക, ഇതൊക്കെ എല്ലാവർക്കും തോന്നും. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങാനും കാര്യങ്ങളൊന്നുമില്ല. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഒരു പെപ്ലം ഒരു ടോപ്പാണ്, ഇങ്ങനൊരു പ്രിൻറ്റിൽ വരുന്നത്. പിന്നെ ജീൻസ് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനൊരു ലൂസ് ഫിറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സ്ലീവൊക്കെ ഇത്ര ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോകുന്ന വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരുപാട് നേരത്തെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ, എന്താ പറയുക, പിന്നെ അതിനും സമയം തികയില്ല എന്ന് വിചാരിച്ചിട്ട്. ഞാൻ സാധാരണ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ ഒരു നേരത്തെ മാത്രമാണ് 5 മിനിറ്റ് മുന്നേ ആണ് കേട്ടോ ഞാൻ റെഡി ആവാറൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ എനിക്ക് എപ്പോഴും ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. സമയമുള്ളത് നമ്മൾ ഒരാളോട് സംസാരിക്കണ പോലെയല്ല, നമ്മളൊരു ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇവിടെ നിറയെ ബുക്കിന് കളക്ഷൻസ് ഉണ്ട്. എൻ്റെ കാക്ക് ഒരുപാട് ബുക്ക് വായിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ഒരു വാങ്ങിച്ചിട്ടുള്ള ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കോപ്പിയുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് പറഞ്ഞിട്ട്. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലിയ ഒരു ബുക്കൊന്നും വായിക്കുന്ന ഒരു ഫാൻ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ വായിച്ചിട്ടുള്ളൂ. കുറച്ച് വായിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം. പോകുന്നതൊന്നും ഇനി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം ഒരു വലിയ വീഡിയോ ആയിട്ടുണ്ടാവും. ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഷോളും ചെയ്യിപ്പിക്കാം. അപ്പോൾ അവിടെ സമയം നോക്കിയാൽ അറിയാം 11:05 ശരിക്കും ബസ് വരുന്നത് 12:30 കേട്ടോ. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് ഒരുങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് മുന്നേ ആണ് ഒരുങ്ങാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തപോലെ വീഡിയോ എടുത്തതാണ്. പക്ഷേ ഈ ഒരു ലുക്കും കൂടി കാണിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇതുപോലെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.